90 വർഷമായി മലയാളി ബഷീറിനെ വായിച്ചു തുടങ്ങിയിട്ട്. ആ കഥകളിലെയെല്ലാം കഥാനായകനും ബഷീർ തന്നെയായിരുന്നുവെന്നതാണ് അതിലെ ആശ്ചര്യം. സ്വാതന്ത്ര്യ സമര സേനാനിയും സന്യാസിയും സൂഫിയും ഭ്രാന്തനും പോക്കറ്റടിക്കാരനും ഭിക്ഷക്കാരനും മാജിക്കുകാരനും മരുന്ന് കച്ചവടക്കാരനും കൈനോട്ടക്കാരനും കൂട്ടിക്കൊടുപ്പുകാരനും പിന്നെ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായെല്ലാം ബഷീർ ജീവിച്ച ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജുബ്ബ പോക്കറ്റിൽ എന്നതുപോലെ മലയാളി മനസ്സുകളിലും ഭദ്രമാണ്. ഒരൊറ്റ ജന്മത്തിൽ ഇങ്ങനെ അനേക ജന്മങ്ങൾ ജീവിച്ച മറ്റൊരു എഴുത്തുകാരൻ ബഷീറിന് മുമ്പോ പിമ്പോ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കാടായി തീർന്ന ഒറ്റമരം, അനുഭവങ്ങളുടെ ഹിമാലയം എന്നെല്ലാം ബഷീറിനെ കുറിച്ച് MN വിജയൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ബഷീറിൻ്റെ അനുഭവങ്ങളുടെ ചൂളയിൽ നിന്ന് ചുട്ടെടുത്ത സാഹിത്യം കാലങ്ങൾ കഴിഞ്ഞിട്ടും മലയാള ഭാവനയെ കൂടുതൽ കൂടുതൽ വിസ്മയിപ്പിക്കുകയാണ്. 994 ജൂലൈ 5 ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സുന്ദരമായ ഈ ഭൂഗോളത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് അനുവദിച്ച സമയം പൂർത്തിയാക്കിയത്. 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കഥകളും ഉപകഥകളും ഐതിഹ്യമാലകളുമായി ബഷീർ പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനുവരി 21 തിങ്കളാഴ്ച വൈക്കത്തിനടുത്തെ തലയോലപ്പറമ്പിലായിരുന്നു കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മൂത്ത മകനായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനനം. ഒരു വേനൽക്കാലത്ത് നെല്ല് പുഴുങ്ങുന്നതിനിടയ്ക്കാണ് കുഞ്ഞാച്ചുമ്മയ്ക്ക് പ്രസവ വേദന വന്നതത്രേ. പുഴുങ്ങുന്ന നെല്ല് നിറച്ച കൊട്ടകളുടെ ഇടയിൽ കിടന്ന് വളരെ സ്വാഭാവികമായി നടന്ന പ്രസവത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ് ബഷീറിനറിയാം. നെല്ലറയുടെ ചൂടിലും പുകയിലും പിറന്നതിനാലാകണം കാലം നിവർത്തിവെച്ച ചുട്ടുപൊള്ളുന്ന പാതകളിൽ അന്ത്യം വരെയും കാലുപൊള്ളി നടന്ന കഥാകാരനായി ബഷീർ. ബഷീറിന്റെ ആ ജനന തീയതി ബഷീറിന്റെ ഉമ്മയോ ബാപ്പയോ എവിടെയെങ്കിലും കുറിച്ചിട്ടതല്ല. ബഷീർ തന്നെ തൻ്റെ വയസ്സറിയാനായി ഗണിച്ചെടുത്തതാണ്. തലയോലപ്പറമ്പിലെ ജാക്കബൈറ്റ് കുടുംബാംഗമായ മാത്തൻ കുഞ്ഞിനെയും ബഷീറിനെയും പ്രസവിച്ചത് ഒരു ദിവസം അപ്പുറത്തോ ഇപ്പുറത്തോ ഇടവിട്ടാണെന്ന് ഉമ്മ പറഞ്ഞ ഓർമ്മയിൽ നിന്ന് ബഷീർ മാത്തൻ കുഞ്ഞിൻ്റെ ജനന തീയതി കണ്ടെത്തുകയായിരുന്നു. 1083 മകരം 7 തിങ്കളാഴ്ച. മകരം 8 ഇന്നെൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയും ആരംഭിക്കുന്നത്. മറ്റെല്ലാ കഥകളെയും പോലെ ബഷീറിൻ്റെ ജീവിതകഥയിലെ ഒരേടായി തന്നെയാണ് എല്ലാവരും ആ കഥയും വായിച്ചെടുക്കുന്നത്. ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്ത, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും മാർഗമില്ലാത്ത ജന്മദിനത്തെക്കുറിച്ചാണ് ബഷീർ ആ കഥയിൽ എഴുതുന്നത്. ഒടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ അയാൾ അടുത്ത മുറിയിലെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കട്ടുകഴിക്കുകയാണ്. അരിവെപ്പുകാരനായ വൃദ്ധൻ കുടമെടുത്ത് പുറത്തേക്കിറങ്ങിയ തക്കത്തിന് കള്ളനെ പോലെ പതുങ്ങി അകത്ത് കിടക്കുകയായിരുന്നു ജന്മദിനക്കാരൻ. വേഗത്തിൽ വാരി വലിച്ച് വിഴുങ്ങി വിയർത്തു കുളിച്ച് പുറത്തിറങ്ങി പൈപ്പിലെ വെള്ളവും കുടിച്ച് ഒരു ബീഡിയും വലിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതാ വാതിലിൽ ആരോ മുട്ടുന്നു. കള്ളനെ കയ്യോടെ പിടിക്കാൻ ആളെത്തിയതാണെന്ന് കരുതി വാതിൽ തുറന്നപ്പോൾ ഇരുട്ടിൻ്റെ ഹൃദയത്തിൽ നിന്നോണം ഒരു ടോർച്ച് ലൈറ്റ്. അതാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ വെളിച്ചം. അയാൾ സിനിമ കണ്ടു വരുന്ന വഴി ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ബഷീർ കഴിച്ചോ എന്നറിയാനായിരുന്നു അയാൾ വാതിലിന് മുട്ടിയത്. കഴിച്ചു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ മനുഷ്യനെന്ന മഹാവെളിച്ചത്തെ ബഷീർ ഒന്നുകൂടി നമസ്കരിക്കുന്നു. ബഷീറിന്റെ ജന്മദിനം എന്ന കഥയിലേതുപോലെ തന്നെ ഉള്ളിൽ ആളിക്കത്തുന്ന വിശപ്പും മനുഷ്യസ്നേഹവും നേർക്കുനേർ നിൽക്കുന്ന ബഷീറിന്റെ മറ്റൊരു കഥ കൂടി പറഞ്ഞ് നമുക്ക് ആ ജീവിത കഥയുടെ മറ്റൊരു അധ്യായം കൂടി കേൾക്കാം. കഥ ഒരു മനുഷ്യൻ. ബഷീറിന്റെ വടക്കേ ഇന്ത്യൻ വാസകാലമാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുള്ള ഒരു കുഗ്രാമം. കൊലപാതകവും കവർച്ചയും അവിടുത്തെ നിത്യസംഭവമാണ്. വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷിൽ അഡ്രസ്സ് എഴുതാൻ പഠിപ്പിക്കലാണ് ബഷീറിന്റെ അവിടുത്തെ ജോലി. 1/4 രൂപ മുതൽ അര രൂപ വരെ കിട്ടും. കയ്യിലുള്ള പണം തീരാറായാൽ ഹോട്ടലിൽ നിന്നുള്ള ചായയും ഉച്ചയൂണും ഒഴിവാക്കും. അതിനുവേണ്ടി പകൽ 4 മണി വരെ കിടന്നുറങ്ങും. ഒരു ദിവസം വൈകുന്നേരം ബഷീർ വളരെ തിരക്കുള്ള ഒരു ഹോട്ടലിൽ കയറി വയറു നിറയെ ആഹാരം കഴിച്ചു. ബഷീറിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 14 രൂപ അടങ്ങിയ ഒരു പേഴ്സ് മാത്രമായിരുന്നു.
പണം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ആ സത്യം മനസ്സിലാക്കിയത്. പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചിരിക്കുന്നു. ബഷീർ ആകെ പരിഭ്രാന്തനായി. കണ്ണിൽ ചോരയില്ലാത്ത ഹോട്ടലുടമ ബഷീറിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വാങ്ങി നഗ്നനാക്കി നിർത്താനുള്ള പുറപ്പാടിലാണ്. അയാൾ അടിവസ്ത്രം വരെ ഊരാൻ ആജ്ഞാപിച്ചപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ദൈവമേ എന്ന് വിളിച്ച് ബഷീറിന്റെ കൈകൾ ട്രൗസറിന്റെ ബട്ടൺ അഴിക്കാൻ ചലിച്ചപ്പോൾ അതാ അപ്പുറത്തിയെന്നും ഘനഗംഭീരമായൊരു ശബ്ദം, നിൽക്കൂ, ഞാൻ പണം തരാം. കൊമ്പൻ മീശയും നീലക്കണ്ണുകളുമായി തലപ്പാവും കോട്ടും കാൽശ്രയായും എല്ലാം ധരിച്ച ആ 6 അടി പൊക്കക്കാരൻ വന്ന് പണം ഹോട്ടലുടമയ്ക്ക് നൽകി ബഷീറിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അങ്ങ് ചെയ്തത് വലിയ കാര്യമാണെന്നും മഹാമനുഷ്യനാണെന്നുമെല്ലാം ബഷീർ പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ മീശക്കാരൻ 2-3 പോക്കറ്റുകളിൽ നിന്നായി 5 പേഴ്സുകൾ പുറത്തെടുത്തു. എന്നിട്ട് ഇതിലേതാണ് നിങ്ങളുടേതെന്ന് ചോദിച്ചു. ബഷീർ തൻ്റെ പേഴ്സ് തൊട്ട് കാണിച്ചു. തുറന്നു നോക്കിയപ്പോൾ പണമെല്ലാം ഭദ്രമായുണ്ട്. പേഴ്സ് പോക്കറ്റിലിടുമ്പോൾ അയാൾ പറഞ്ഞു, പോ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. തിരിച്ചു ബഷീറും പറഞ്ഞു, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. മനുഷ്യൻ എന്ന പദം അത്രയേറെ മനോഹരമാണെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന കഥയാണ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ. ലോകം എത്ര നിർദ്ദയമായാലും ദയ എന്ന പേരുമായി അവസാനം ഒരു മനുഷ്യനെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബഷീറിനെയും മനുഷ്യ സ്നേഹത്തിൻ്റെ മഹാകഥാകാരനാക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന കഥയിലെ പോക്കറ്റടിക്കാരൻ വിധിവൈപരീത്യം കൊണ്ട് ഇനി ബഷീറായിരുന്നാലും താൻ അത്ഭുതപ്പെടില്ലെന്ന് ഒരിക്കൽ MT വാസുദേവൻ നായർ എഴുതുകയുണ്ടായി. കാരണം ഓടകളിലും മേടകളിലും സഞ്ചരിച്ച ബഷീർ അങ്ങനെയൊരു മനുഷ്യനാണ്. പല വിഗ്രഹങ്ങളും അടുത്തെത്തുമ്പോൾ മൺഗോലങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ബഷീർ അങ്ങനെയായിരുന്നില്ലെന്നും MT എഴുതിയിട്ടുണ്ട്. MT ആരെയെങ്കിലും ഗുരുവെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഷീർ മാത്രമാണ്. ചരിത്രം ഉജ്ജ്വലശോഭയോടെ ഉറഞ്ഞുകൂടിയ മണ്ണാണ് വൈക്കം. ബഷീർ വൈക്കം ഇംഗ്ലീഷ് സ്കൂളിൽ 5th ഫോമിൽ പഠിക്കുമ്പോഴാണ് മലയാളിയെ മനുഷ്യനായി വഴി നടത്തിയ വൈക്കം സത്യാഗ്രഹം. 925 ഗാന്ധിജി വൈക്കത്തെത്തിയതോടെയാണ് സത്യാഗ്രഹം രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയത്. ബഷീറിന്റെ ജീവിതത്തിലെയും ആദ്യത്തെ മഹാസംഭവം അരങ്ങേറുന്നത് അന്നാണ്. ഓർമ്മക്കുറിപ്പ് എന്ന സമാഹാരത്തിലെ അമ്മ എന്ന കഥയിൽ ബഷീർ അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റ് വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. അർദ്ധനഗ്നനായ ആ ഫക്കീർ 2 പല്ലുപോയ മോണ കാണിച്ച് ചിരിച്ച് തൊഴുകയോടെ കരയ്ക്കിറങ്ങി. വല്ലാത്ത ആരവം. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വിദ്യാർത്ഥികളിൽ പലരും കാറിന്റെ സൈഡിൽ തൂങ്ങി നിന്നു. അക്കൂട്ടത്തിൽ ഞാനും. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും കണ്ടാലോ എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് ഉമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു. തൻ്റെ മകൻ ഏതു ഭയങ്കര ജീവിയെയാണ് തൊട്ടത് എന്ന മട്ടിൽ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു കഥയിലെ ആ ഉമ്മ. കുറെ കഴിഞ്ഞ് ഈ ഗാന്ധി പട്ടിണി തീർക്കുമോ എന്ന് ഉമ്മ ചോദിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചാൽ പട്ടിണി മാറുമെന്നായിരുന്നു കുഞ്ഞു ബഷീറിന്റെ മറുപടി. വൈക്കം സത്യാഗ്രഹത്തിൽ വെച്ച് ഗാന്ധിയെ തൊട്ട ആവേശത്തിലാണ് ബഷീർ പിന്നീട് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്. വൈക്കത്ത് നിന്ന് എറണാകുളത്തേക്കും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കും വണ്ടി കയറി. കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് എടുത്തു ചാടിയ ധർമ്മഭടനായി. പോലീസ് മർദ്ദനവും ജയിൽ ശിക്ഷയും അനുഭവിച്ചു. മദിരാശി, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജയിലുകളിലെല്ലാം ബഷീർ രാഷ്ട്രീയ തടവുകാരനായി എത്തി. കണ്ണൂർ ജയിലിൽ ബഷീറിന്റെ സഹതടവുകാരനായിരുന്നു ഈ മൊയ്തു മാലോയി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാൻ ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്നിൽ അണിനിരുന്ന മുസ്ലിം സേനാനികളുടെ മേൽ മതത്തിന്റെ പേരിൽ ചില നേതാക്കൾ മതവിലക്കും ഫത്വയും കൽപ്പിച്ചിരുന്നു. ധിക്കാരിയായ ബഷീറിനെ അതെല്ലാം കൂടുതൽ ഊർജ്ജവാനാക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ അടിയും ഇടിയും ലോക്കപ്പും ജയിലുമെല്ലാം ശരീരത്തിലേറ്റുവാങ്ങിയ ആ അഹിംസാ പോരാളിയെ പതുക്കെ ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും ജതിൻദാസും രാംപ്രസാദ് ബിസ്മിലും സ്വാധീനിച്ചു.
അതോടെ ബ്രിട്ടീഷുകാരുടെ ഭീകരവാദ പട്ടികയിലായി ബഷീർ. അക്കാലത്ത് ആ തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനം എന്നൊരു വാരിക തുടങ്ങി ബഷീർ ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ എഴുതി. 1939 മാർച്ച് 6 ബഷീർ കാറൽ മാർക്സ് എന്ന ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു. പിന്നെ ധർമ്മരാജ്യം എന്ന വിപ്ലവ ഗ്രന്ഥവും രചിച്ചു. രണ്ടും സർക്കാർ കണ്ടുകെട്ടി. പോലീസ് പ്രസ് അടച്ചുപൂട്ടി ഉടമയെ അറസ്റ്റ് ചെയ്തു. സർ CP എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ വിറച്ചിരുന്ന കാലമുണ്ടായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി നിലനിർത്താൻ ഗൂഢനീക്കങ്ങൾ നടത്തുകയായിരുന്നു രാമസ്വാമി അയ്യർ. തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏത് കൊടിയ ക്രൂരതയും ചെയ്യാൻ അയാൾക്ക് മടിയില്ലായിരുന്നു. അക്കാലത്താണ് ബഷീർ പട്ടത്തിൻ്റെ പേക്കിനാവ് എന്ന നാടകം എഴുതി CPയെ എതിരിട്ടത്. അടുത്ത കിനാവ് കാണുന്നതിന് മുമ്പേ ബഷീർ ജയിലിലുമായി. അസ്വാതന്ത്ര്യങ്ങളുടെയും വിലക്കുകളുടെയും കാലത്ത് ഒരു എഴുത്തുകാരൻ്റെ നിലപാട് എന്തായിരിക്കണമെന്നാണ് ബഷീർ ജീവിച്ച് കാണിച്ചത്. ബഷീർ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് കാലം ഇന്ത്യ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു തിരിഞ്ഞു. കപ്പൽ ജോലിക്കാരനായി അറേബ്യൻ ആഫ്രിക്കൻ തീരങ്ങളിൽ വരെ ചെന്നെത്തി. ഇക്കാലത്ത് ബഷീർ ചെയ്യാത്ത ജോലികളില്ല. 5-6 കൊല്ലം ഹിമാലയ സാനുക്കളിലും ഗംഗാ തീരങ്ങളിലും ഹിന്ദു സന്യാസിയായും സൂഫിയായും എല്ലാം കഴിഞ്ഞുകൂടിയ സകലമാന അനുഭവങ്ങളുടെയും മഹാഭാണ്ഡങ്ങളുമായാണ് ബഷീർ തൻ്റെ 2ാം ജന്മം പോലെ എഴുത്തും പുസ്തക കച്ചവടവും എല്ലാമായി എറണാകുളത്തെത്തിയത്. എറണാകുളത്തെ ബഷീർസ് ബുക്ക് സ്റ്റാൾ അക്കാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും സാഹിത്യ നായകരുടെയും ഒരു കാക്കക്കൂടായിരുന്നു. 1943 പൂജപ്പുര ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്താണ് ബഷീർ പ്രേമലേഖനം എന്ന നോവൽ എഴുതിയത്. നോവലിൽ രാജ്യദ്രോഹപരമായിട്ടൊന്നുമില്ലെങ്കിലും ദിവാൻ സർ CP രാമസ്വാമി അയ്യർ പുസ്തകം നിരോധിച്ചു. കേശവൻ നായരും സാറാമ്മയും തമ്മിലുള്ള മതേതര പ്രേമകഥ സദാചാര വിരുദ്ധമാണെന്നായിരുന്നു CPയുടെ വാദം. 1947 CP തിരുവിതാംകൂറിൽ നാട് വിട്ടോടിയതോടെയാണ് ആ പ്രേമലേഖനം സ്വതന്ത്രമായി പതാക പോലെ പാറിക്കളിച്ചത്. നാളത്തെ പൂക്കണി കാണണ്ടേ, മലനാടിന്റെ നർത്തനം കാണണ്ടേ, പുലവയും കൊരവയും കേൾക്കുന്നു, കൊച്ചുമാടം തുറക്കണ്ടേ പെണ്ണാളെ. പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയിൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. നോവലിൽ കേശവൻ നായർ സാറാമ്മയ്ക്ക് നൽകുന്ന ഈ പ്രേമലേഖനം സാറാമ്മ ചുരുട്ടിക്കൂട്ടി എറിയുമ്പോൾ അന്നുവരെ മലയാളത്തിലുണ്ടായ എല്ലാ പ്രേമ സാഹിത്യങ്ങളുമാണ് വലിച്ചെറിയപ്പെടുന്നതെന്നാണ് സുകുമാർ അഴീക്കോട് എഴുതിയത്. വിദ്യാസമ്പന്നയും തൊഴിൽരഹിതയുമായ സാറാമ്മയ്ക്ക് പ്രേമത്തേക്കാൾ പ്രധാനം ഒരു ജോലിയായിരുന്നു. കേശവൻ നായർ തൻ്റെ കത്തിലൂടെ സാറാമ്മയ്ക്ക് തന്നെ പ്രേമിക്കാനുള്ള ജോലി വാഗ്ദാനം ചെയ്തു. ശമ്പളവും നിശ്ചയിച്ചു. ജീവിതത്തെക്കാൾ വലുതായി ഒരു പ്രേമവുമില്ലെന്നും എല്ലാ പ്രേമത്തെയും ജീവിതത്തിൻ്റെ നിത്യസാധാരണത കീഴടക്കുമെന്നുമാണ് പ്രേമലേഖനം പറയുന്നത്. ജീവിതത്തിൻ്റെ വലുപ്പമേ പ്രേമത്തിനുള്ളൂ. ജീവിതത്തെ വിഴുങ്ങി വിജയിച്ചു നിൽക്കുന്ന കേവല പ്രേമം എന്നൊന്നില്ല. അതാകെ ജീവിതത്തിൻ്റെ സൗന്ദര്യ വിലാസങ്ങളിൽ ഒന്നു മാത്രമാണ്. തൻ്റെ പ്രേമലേഖനം എവിടെയെന്ന് ചോദിക്കുന്ന കേശവൻ നായരോട് സാറാമ്മ പറയുന്നു, ഞാനാകുന്നു നിന്റെ പ്രേമലേഖനം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സ്വജാതീയ വിവാഹത്തെയും സ്ത്രീധന സമ്പ്രദായത്തെയുമെല്ലാം പ്രേമലേഖനം കണക്കിന് കളിയാക്കുന്നുണ്ട്. വ്യത്യസ്ത മതസ്ഥരായവർ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായാലുള്ള ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരങ്ങൾക്കായി തപ്പിത്തടയുന്നവരുള്ളപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ എഴുതിയ ഈ പ്രേമകഥയുടെ വലുപ്പമറിയേണ്ടത്. കുട്ടികളെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുമെന്ന് കേശവൻ നായരും സാറാമ്മയും തീരുമാനിക്കുന്നു. വലുതാവുമ്പോൾ അവർക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം. ഹിന്ദു പേരുകളും ക്രിസ്ത്യൻ പേരുകളും പറ്റില്ല. പകരം കുട്ടിക്ക് ആകാശമിട്ടായി എന്ന് പേരിടാമെന്നും അവർ തീരുമാനിക്കുന്നു. കേശവൻ നായർ ഒരു കാപ്പി കുടിച്ചു, സാറാമ്മ ഒരു ചായയും. സന്തോഷത്തോടെ സൂര്യൻ ഉദിച്ചു എന്ന ഒറ്റ വാക്യത്തിൽ ബഷീറിന്റെ പ്രേമലേഖനം അവസാനിക്കുന്നു. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ
പറഞ്ഞതും മറന്നു ചെറുപ്പത്തിൽ നമ്മൾ ബഷീറിന്റെ ബാല്യകാല സഖിയിലെ മജീദിന്റെയും സുഹറയുടെയും പ്രണയം പ്രേമലേഖനം പോലെ ലളിതമല്ല, സങ്കീർണമാണ്. യാതനയുടെ ഹിമാലയമാണത്. ബാല്യകാല പ്രണയത്തെ ബാല്യകാല സഖിയെ പോലെ ഇത്രയും തീവ്രമായും മനോഹരമായും അവതരിപ്പിച്ച മറ്റൊരു ഇന്ത്യൻ ഭാഷാകൃതി ഉണ്ടോ എന്ന് അറിയില്ല. ബഷീറിനെ മലയാള സാഹിത്യത്തിൽ വേരുറപ്പിച്ച് നിർത്തിച്ചത് ബാല്യകാല സഖിയാണ്. ലൈലയെയും മജ്നുവിനെയും പോലെ, രമണനെയും ചന്ദ്രികയെയും പോലെ മലയാളി മനസ്സിൽ ഇടം നേടിയ പ്രണയ ജോഡികളാണ് മജീദും സുഹറയും. ഒന്നും എത്ര? നാരായണപിള്ള സാറിന്റെ ചോദ്യം വന്നയുടൻ മജീദ് കുറച്ചു നേരം ആലോചിച്ചു. അതേ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹറ ഉത്തരം സ്ലേറ്റിൽ എഴുതി കാണിച്ചെങ്കിലും മജീദ് അത് ശ്രദ്ധിച്ചില്ല. അവന്റെ ചിന്ത മുഴുവൻ മൂവാറ്റുപുഴയാറിലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മജീദ് ഉത്തരം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇമ്മിണി വല്യ ഒന്ന്. ബാല്യകാല സഖിയിലെ പ്രശസ്തമായൊരു സന്ദർഭമാണിത്. അവിടെ ഒന്നും രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നത് മജീദല്ല, സാക്ഷാൽ ബഷീർ തന്നെയാണ്. രണ്ടായി വന്ന് ഒന്നായി ഒഴുകുന്ന മൂവാറ്റുപുഴയാറിന്റെ കരയിലായിരുന്നല്ലോ ബഷീറിന്റെ താമസം. അതിനപ്പുറത്ത് എല്ലാം ഒന്ന് തന്നെയെന്ന അദ്വൈത ചിന്തയുമാണത്. ഇന്നും മലയാള സാഹിത്യത്തിന്റെ അസ്തമിക്കാത്ത രാഗശോഭയാണ് സുഹറയും മജീദും. ബാല്യകാല സഖിയുടെ വളരെ പ്രസിദ്ധമായ അവതാരികയിൽ എം.ബി. പോൾ എഴുതിയതെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നു. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഏടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ബാല്യകാല വിനോദങ്ങളിലൂടെ വളർന്ന് അനുരാഗമായി മാറിയ മജീദ് സുഹറ ബന്ധം സഫലമായില്ല. ബാപ്പ സാമ്പത്തികമായി തകർന്നപ്പോൾ മജീദ് നാടുവിട്ടു. ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മജീദ് ലോകത്തിന്റെ അറ്റത്തേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. സുഹറയുടെ ഒറ്റവാചകത്തിൽ ബഷീർ അവരുടെ പ്രണയത്തിന്റെ വേദനകളെ മുഴുവൻ എഴുതുന്നു. നാം വളരേണ്ടായിരുന്നു. ഒരേ സമയം കാൽപ്പനികമായിരിക്കുമ്പോഴും കാൽപ്പനികതയുടെ നിഷേധവുമാണ് ബാല്യകാല സഖിയെന്ന് സുകുമാർ അഴീക്കോട് എഴുതിയിട്ടുണ്ട്. സുഹറയും മജീദും വളരുമ്പോൾ അവരുടെ ജീവിതം തകിടം മറിയുന്നു. അപകടത്തിൽപ്പെട്ട് നാടുവിട്ട മജീദിന്റെ കാൽ നഷ്ടപ്പെടുന്നു. ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകി മടക്കുന്ന മജീദ് 1500 മൈൽ അകലെയുള്ള സുഹറയുടെ ചുമ കേൾക്കുന്നു. സർവസ്വമായിരുന്ന സുഹറ മരിച്ച ഉടനെ മജീദ് വിയർപ്പിൽ കുളിച്ചുപോയെന്ന് ബഷീർ എഴുതുന്നുണ്ട്. അതിനുശേഷവും ഒന്നും സംഭവിക്കാത്തതുപോലെ മജീദ് പാത്രങ്ങൾ കഴുകി ശ്രദ്ധയോടെ അടുക്കി വെക്കുകയാണ്. ജീവിത സ്നേഹത്തിന്റെ ഇതിഹാസം എന്നല്ലാതെ ബാല്യകാല സഖിയെ നമുക്ക് മറ്റെന്ത് പേരിട്ടാണ് വിളിക്കാനാവുക? മതിലുകളെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക മലയാളി ലൈംഗികതയുടെ മഹാനായ സൈദ്ധാന്തികൻ എന്നാണ് പ്രൊഫസർ ബി രാജീവൻ ബഷീറിനെ വിശേഷിപ്പിക്കുന്നത്. മതിലുകളിലെ ജയിൽ ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന മതിലാണ്. ലിംഗഭേദം മതിൽ കെട്ടിത്തിരിക്കേണ്ടതാണെന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ഒരു ചെറു പതിപ്പോ പ്രതീകമോ ആണ് ജയിലെന്നും രാജീവൻ മാഷ് എഴുതുന്നു. പുറം മതിലുകൾ ഓരോന്നും കടന്ന് അനേകം മതിലുകളാൽ ചുറ്റപ്പെട്ട ഉൾജയിലിലേക്ക് വാർഡറോടൊപ്പം നടക്കുമ്പോഴാണ് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും അയാൾ ഉണർത്തുന്നത്. നാരായണിയും ബഷീറും മതിലിനപ്പുറവും ഇപ്പുറവും സംസാരിക്കുമ്പോൾ മതിൽ അവരിൽ പരസ്പരാസക്തി പെരുപ്പിക്കുന്ന തൃഷ്ണയുടെ മതിലാകുന്നു. ലോകം തന്നെ ഒരു ജയിലാണെന്ന് കഥയുടെ പല പ്രധാന ഘട്ടങ്ങളിലും കഥാകൃത്ത് ആവർത്തിച്ചു പറയുന്നുണ്ട്. നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തുവിടാനുള്ള ഉത്തരവ് വന്നപ്പോൾ ബഷീർ പ്രതികരിക്കുന്നത് നോക്കുക. ജയിലർ വളരെ സന്തോഷത്തോടെയും നാടകീയമായും പറഞ്ഞു, യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ, യു ആർ ഫ്രീ. ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ കണ്ണുകൾ കാണാതായി, ചെവികൾ കേൾക്കാതെയായി, ആകെക്കൂടി ഒരെരപ്പ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? ജയിലർ ചിരിച്ചു. നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്. നിങ്ങൾ ഈ നിമിഷം മുതൽക്ക് സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തേക്ക് പോവാം. സ്വതന്ത്രൻ, സ്വതന്ത്ര ലോകം. ഏത് സ്വതന്ത്ര ലോകം? വൻ ജയിലിലേക്ക് വേണമല്ലോ പോകാൻ. ആർക്കു വേണം ഈ സ്വാതന്ത്ര്യം? പ്രണയത്തിനിടയിൽ മതിലുകളാണെങ്കിൽ ലോകം തന്നെ ഒരു വൻമതിലാണെന്നും അങ്ങനെയെങ്കിൽ ആർക്കു വേണം സ്വാതന്ത്ര്യമെന്നാണ് ബഷീർ മതിലുകളിൽ ചോദിച്ചത്. 989 ബഷീറിന്റെ മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയത്.
ബഷീറായി അഭിനയിച്ച മമ്മൂട്ടിയും നാരായണിയായി ശബ്ദാഭിനയത്തിലൂടെ കസറിയ KPSC ലളിതയുമാണ് മതിലുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ കുടിയേറുന്നത്. നോവലിനെ പോലെ തന്നെ ശക്തമായി സിനിമയും. മതിലുകൾ ചെയ്യുമ്പോഴേ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. കാരണം ഇത് ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള വലിയ ഉത്സാഹമായിരുന്നു. അത് ബഷീർ എന്ന് പറഞ്ഞില്ല, ഞാനും ആ കാലത്ത് മമ്മൂട്ടിയെ പോലെ സുന്ദരനായിരുന്നു. അത് മമ്മൂട്ടി അതിനകത്ത് മതിലുകളിൽ നടത്തവും പുള്ളിയുടെ ഭാവവും സംസാര രീതി അതും ഇത് ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ബഷീറിയൻ അല്ലേ, ആ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അത് നമുക്കത് മമ്മൂട്ടി അല്ലാതെ വേറൊരാളെ പറ്റി നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. പ്രേമത്തെ ശക്തവും സത്യസന്ധവുമായി അവതരിപ്പിച്ച വേറെ എഴുത്തുകാരില്ല. അനുരാഗത്തിന്റെ ദിനങ്ങളിൽ ദേവിയുടെയും ബഷീറിന്റെയും പ്രണയത്തിലൂടെ ആത്മാവിന്റെ ദാഹം മാത്രമല്ല ശരീരത്തിന്റെ ദാഹം കൂടിയാണ് പ്രണയമെന്ന് പറയുന്നുണ്ട് ബഷീർ. ശരീരത്തോടുള്ള ആഗ്രഹവും ബാക്കി നിർത്തിയുള്ള വിശുദ്ധ പ്രണയമൊന്നും ബഷീറിന് വശമില്ല. അടിവയറിൽ ആളിക്കത്തുന്ന വിശപ്പുമായി ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന ഒരമ്മയെ കാണിച്ചാണ് ബഷീർ ശബ്ദങ്ങളിൽ നമ്മെ നടുക്കുന്നത്. വിശപ്പിന്റെയും പ്രണയവിശപ്പിന്റെയും പരിണാമങ്ങളിലൂടെയാണ് ബഷീർ ആ നോവലിലൂടെ മനുഷ്യാവസ്ഥയുടെ മഹാസങ്കടങ്ങൾ അളക്കുന്നത്. ബഷീർ സാഹിത്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന രചനയാണ് ശബ്ദങ്ങൾ. അത്യന്തം വിപ്ലവകരമാണത്. ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടുമൊക്കെ ഒരുപക്ഷെ മറ്റെഴുത്തുകാർക്കും എഴുതാനായിരിക്കും. പക്ഷെ ശബ്ദങ്ങൾ ജീവിതത്തിന്റെ സകലമാന വ്യവസ്ഥകളും തട്ടി നിരപ്പാക്കി കളയുന്ന ഒരു സാഹിത്യ ശില്പമാണ്. ശബ്ദങ്ങളിലെ പട്ടാളക്കാരനാണ് മലയാളത്തിലെ ആധുനിക നായകനെന്ന് പറയുന്നവരുണ്ട്. ആ നായകൻ നേരിടുന്ന ഭീകര അനുഭവങ്ങൾ കാരണം നോവൽ അശ്ലീലമെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുമുണ്ട്. മരണത്തേക്കാൾ ഭയാനകമാണ് ജീവിതമെന്നാണ് ആ ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺവേശികളും പെൺവേശികളും സ്വവർഗഭോഗികളും യാചകരും രോഗികളും കുറ്റവാളികളും നിറഞ്ഞ ശബ്ദങ്ങൾ മലയാള സാഹിത്യം അതുവരെ കണ്ട മധുരോദാര ലോകത്തിന്റെ മറുവശമാണ്. അതായത് നല്ല കഥകൾ കൊണ്ട് മാത്രമല്ല ചീത്ത കഥകൾ കൊണ്ട് കൂടിയുമാണ് ബഷീർ മലയാളത്തിന്റെ വലിയ എഴുത്തുകാരനാകുന്നതെന്നർത്ഥം. ജീവിതത്തിന്റെ ഇരുണ്ട സദാചാര മൂലകളെ സാഹിത്യത്തിന്റെ പൂമുഖത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു ബഷീർ. പാവപ്പെട്ടവരുടെ വേശ്യ എന്നൊരു കഥ എഴുതാൻ ബഷീറിന് മാത്രമേ കഴിയൂ. ഭഗവത്ഗീതയും കുറെ മുലകളും എഴുതാനും ബഷീറിന് ധൈര്യമുണ്ടാകൂ. ഭൂമിയുടെ അവകാശികൾ ബഷീറിന്റെ ഒരൊറ്റ കഥയുടെ പേര് മാത്രമല്ല, എല്ലാ കഥകളുടെയും ആന്തരിക സത്യയാണ്. മനുഷ്യൻ സർവാധികാരിയായി നിൽക്കുന്ന ഈ ഭൂമിയിൽ സർവചരാചരങ്ങൾക്കും അധികാരത്തിനും അവകാശത്തിനുമായി ബഷീർ തന്റെ എല്ലാ രചനകളിലൂടെയും പൊരുതിയിട്ടുണ്ട്. എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടാകുന്ന കഥയിൽ കുളിക്കാൻ പോയ കുഞ്ഞുപാത്തുമ്മയെ അട്ടകടിച്ച സംഭവത്തെ ബഷീർ വിവരിക്കുന്നുണ്ട്. കുഞ്ഞുപാത്തുമ്മയുടെ ചോര കുടിച്ച് വീർത്ത അട്ട നിലത്തി വീണപ്പോൾ അവൾക്ക് അട്ടയോട് ദേഷ്യവും അറപ്പും തോന്നി. അതിന് അവൾക്ക് ഒരുപാട് ചീത്ത പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ചീത്ത പറയാനുള്ള തെറിവാക്കൊന്നും പാവം കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിയില്ല. അട്ടയെ കൊല്ലണമെന്ന് തോന്നലുണ്ടായപ്പോൾ അട്ടയ്ക്ക് ഉമ്മായും ബാപ്പായും കാണുമല്ലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. വീട്ടുമുറ്റത്തെ റോസാച്ചെടിയിലുണ്ടായിരുന്ന പുഴുക്കളെ തട്ടിക്കളഞ്ഞതിന് മകളെ ബഷീർ ശകാരിക്കുന്നത് കണ്ടെന്ന് ഒരിക്കൽ MN കാരശ്ശേരി എഴുതുകയുണ്ടായി. കാര്യമെന്തെന്ന് ചോദിച്ചപ്പോൾ ബഷീറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: റോസാപ്പൂക്കൾ നിനക്ക് കണ്ടു രസിക്കാനല്ല, പുഴുക്കൾക്ക് തിന്നാനാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. സഹജീവി സ്നേഹബന്ധത്തിന് ഇതിനേക്കാൾ മികച്ചൊരു പ്രബന്ധം ഇനി എന്തിനാണ്? പ്രപഞ്ചത്തിന്റെയും ഈ ജീവലോകത്തിന്റെയും നിലനിൽപ്പിൽ ബഷീർ എന്നും ആശങ്കാകുലനായിരുന്നു. അതിനായി ഭൂമിക്കൊരു ചരമഗീതമല്ല, ഭൂമിക്കൊരു സ്നേഹഗീതമാണ് ബഷീർ എഴുതിക്കൊണ്ടേയിരുന്നത്. ആനയും ആടും പട്ടിയും പൂച്ചയും കോഴിയും പഴുതാരിയും വരെ ബഷീറിന്റെ ലോകത്ത് തുല്യ പരിഗണനകൾ അനുഭവിച്ചവരാണ്. പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് പിന്നീട് പറയാമെന്ന് വെച്ചിട്ടാണ്. മനുഷ്യ കഥാപാത്രങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് ഇതിലെ ആടിന്. തൻ്റെ കുടുംബത്തിലെ ഒരംഗമായി തന്നെയാണ് ബഷീർ ആ അജസുന്ദരിയെ കാണുന്നത്.
പൂവൻ കോഴിയെപ്പറ്റി പറയുമ്പോൾ ആ വീട്ടിലെ പിടക്കോഴികളെ ബഷീർ അവൻ്റെ 17 ഭാര്യമാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇത് സമുദായത്തിലെ പുരുഷ മേധാവിത്വത്തിനും ബഹുഭാര്യത്വത്തിനുമെതിരായ ബഷീറിന്റെ മറയില്ലാത്ത പ്രതിഷേധം കൂടിയാണ്. ബഷീറിന്റെ പറമ്പിൽ കടന്നു വന്ന മൂർഖൻ പാമ്പിനെ സഖാവ് മൂർഖൻ എന്നാണ് ബഷീർ അഭിസംബോധന ചെയ്യുന്നത്. ഉപദ്രവിക്കാൻ സാധ്യതയുള്ള മൂർഖൻ പാമ്പിനെ കൊല്ലണമെന്ന് പറയുന്ന ഭാര്യയോട് കഥാകൃത്ത് പറയുന്നത്, ഒരു പ്രാണിക്ക് പോലും ജീവൻ കൊടുക്കാൻ കഴിയാത്ത മനുഷ്യന് ഒരു പ്രാണിയുടെ പോലും ജീവൻ എടുക്കാനുള്ള അവകാശമില്ലെന്നാണ്. അതുകൊണ്ട് സ്വന്തം ശരീരത്തിൽ കടിച്ച പഴുതാരിയെ വിട്ടയക്കാനുള്ള സന്മനസ് കൂടി കാണിക്കുന്നുണ്ട് ബഷീർ. മതിലുകളിൽ ബഷീർ അണ്ണാറക്കണ്ണനോട് വർത്തമാനം പറയുന്ന ദീർഘരംഗങ്ങൾ തന്നെയുണ്ട്. നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രണയത്തിന്റെ ഏകസാക്ഷി കൂടിയാണ് ഈ അണ്ണാറക്കണ്ണൻ. ഞാനാണ് പൂവ്, ഞാൻ തന്നെയാണ് തോട്ടമെന്ന് ബഷീർ പറയാറുള്ളതാണ്. മതിലുകളിൽ ചെടി വെച്ച് പിടിപ്പിച്ച് സർവ്വസ്നേഹത്തെയും പ്രകൃതിയിൽ ലയിപ്പിക്കുമ്പോൾ പൂക്കുന്ന വസന്തമാണ് ബഷീർ. ബഷീറിന്റെ സ്നേഹപ്രകൃതിയിൽ വിടരാത്ത പൂവുകളില്ല. സ്നേഹമാണ് അവിടെ വളവും വെള്ളവുമെല്ലാം. കുമാരനാശാൻ നളിനിയിൽ പാടിയതുപോലെ, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേഘമാം മോഹനം ഭുവനസംഘമിങ്ങതിൽ സ്നേഹമൂലമമലെ വെടിഞ്ഞു ഞാൻ എന്ന് തന്നെയാണ് ബഷീർ പാടുന്നത്. ബഷീർ പൊട്ടിച്ചിരിക്കാറില്ല. ഫലിതം പറയുന്നുവെന്ന് ഭാവിച്ച് ഒന്നും പറയാറില്ല. സത്യത്തിൽ അദ്ദേഹം ഫലിതം പറയുകയല്ല, സവിശേഷമായ രീതിയിൽ കാര്യം പറയുകയാണെന്നാണ് എം.എൻ. കാരശ്ശേരി എഴുതുന്നത്. ബഷീറിന്റെ കോഴിക്കോടൻ സൗഹൃദങ്ങളിലെ ജീവിത തമാശകളും ബഷീർ സാഹിത്യം പോലെ തന്നെ പ്രസിദ്ധമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായതിനാൽ തനിക്ക് കിട്ടിയ താമ്രപത്രം എടുത്ത് ബഷീർ കുറുക്കിനെ എറിഞ്ഞുവെന്ന് എം.എൻ. വിജയൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കുറുക്കനിപ്പോൾ വലിയ തലക്കനത്തിലാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്. തലക്കനവും അഹന്തയുമൊന്നും മനുഷ്യനായാലും മൃഗമായാലും ബഷീർ പൊറുക്കില്ല. ഒപ്പം തന്നെ അവാർഡുകൾക്കും മറ്റും ഇങ്ങനെ ചില ഉപയോഗങ്ങൾ കൂടി ഉണ്ടെന്നാണ് ബഷീർ പറയാതെ പറയുന്നതും. ബഷീറിനെ ഉസ്താദ് എന്ന് വിളിച്ച ഒരു കള്ളനുണ്ടായിരുന്നത്രേ. അദ്ദേഹം ഇടയ്ക്കെല്ലാം ബഷീറിന്റെ അനുഗ്രഹം വാങ്ങാൻ കോഴിക്കോട്ട് എത്താറുണ്ടായിരുന്നു. ബഷീർ സുഖമോഷണം ആശംസിക്കാറുള്ളതും ചില രഹസ്യങ്ങളിൽ ഒന്നാണ്. 1987 ബഷീറിനെ കുറിച്ച് എം.എ. റഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് ബഷീർ ദ മാൻ. മലയാള ഡോക്യുമെന്ററി ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ രചനയാണത്. ഒരു ബഷീർ കഥ പോലെ തന്നെ നേരിട്ട് ഹൃദയത്തിലേക്ക് ചാരുകസേന വലിച്ചിട്ടിരിക്കുന്നു ആ മനോഹര ഡോക്യുമെന്ററി. 5 വർഷം എടുത്തിട്ടും പൂർത്തിയാകാതെ നീളുന്നത് കണ്ടപ്പോൾ ബഷീർ ചോദിച്ചു അത്രേ, എൻ്റെ മയ്യത്ത് സീന് കൂടി എടുക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ബഷീർ ദ മാൻ കോഴിക്കോട്ട് ആദ്യമായി പ്രദർശിപ്പിച്ചപ്പോൾ അത് കണ്ടിറങ്ങിയ ബഷീറിനോട് പത്രക്കാർ അഭിപ്രായം ചോദിച്ചു. ബഷീർ പറഞ്ഞു, സിനിമ കൊള്ളാം, പക്ഷെ നായകൻ കിഴവനായി പോയി, മമ്മൂട്ടിയോ മറ്റോ അഭിനയിച്ചാൽ മതിയായിരുന്നു. 2 വർഷത്തിന് ശേഷം മതിലുകളിൽ ബഷീറായി സാക്ഷാൽ മമ്മൂട്ടി തന്നെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും വന്നു വിശ്വവിഖ്യാതമായ ആ ബഷീർ കമന്റ്, ചെറുപ്പകാലത്ത് ഞാനും മമ്മൂട്ടിയെ പോലെ സുന്ദരനായിരുന്നു. സുകുമാർ അഴീക്കോടിന് വൈക്കം മുഹമ്മദ് ബഷീറുമായി 3 പതിറ്റാണ്ട് കാലത്തെ സൗഹൃദം ഉണ്ടായിരുന്നു. എന്നാൽ അഴീക്കോട് ബഷീറിനെ കുറിച്ച് എന്തെങ്കിലും എഴുതുന്നത് അദ്ദേഹം മരിച്ച് 3 വർഷത്തിന് ശേഷമാണ്. ബഷീറിന് ഒരു ആമുഖം എന്ന പ്രൗഢമായ ലേഖനം കരുതിക്കുട്ടി എഴുതാതിരുന്നതല്ല, എന്തുകൊണ്ടോ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് അഴീക്കോട് ആ ലേഖനത്തിന്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇരുവരും അടുത്തിരുന്ന് മണിക്കൂറുകളോളം ലക്കും ലഗാനുമില്ലാതെ പറഞ്ഞിരുന്നത് എന്നാൽ എന്താണ്? സാഹിത്യത്തിനുമപ്പുറം ഗൗരവമേറിയ അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നു എന്നാണ് അഴീക്കോട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അഴീക്കോട് ബഷീർ സൗഹൃദം അടയാളപ്പെടുത്തുന്ന 1-2 തമാശ സംഭവങ്ങൾ പറയാം. സുകുമാർ അഴീക്കോട് പുതിയ കാർ വാങ്ങി. ഓടിച്ചു വരുമ്പോൾ അതാ ബഷീർ നടന്നു പോകുന്നു. കാർ നിർത്തി അഴീക്കോട് ക്ഷണിച്ചു, കയറണം, ഞാൻ ഇറക്കിത്തരാം. അപ്പോൾ ബഷീർ പറഞ്ഞതാണ് മാസ്, വേണ്ട, എനിക്കല്പം ധൃതിയുണ്ട്, ഞാൻ നടന്നോളാം. ഒരിക്കൽ ശോഭന പരമേശ്വരൻ നായരും അരവിന്ദനും, C.V. ശ്രീരാമനും, V.K. ശ്രീരാമനും കൂടി ബഷീറിനെ കാണാൻ പോയി.
മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ കസേരയിലും സ്റ്റൂളിലുമായി എല്ലാവരും ഇരുന്നു. VK ശ്രീരാമന് മാത്രം ഇരിപ്പിടം കിട്ടിയില്ല. അടുത്തുള്ള ഒരു തെങ്ങിന്റെ ചോട്ടിൽ ശ്രീരാമൻ മാറി നിന്നു. അതാരാണ് ആ തെങ്ങിൽ ചാരി നിൽക്കുന്നത്? ബഷീർ ചോദിച്ചു. VK ശ്രീരാമൻ CV ശ്രീരാമന്റെ മരുമകനാണ്. ശ്രീരാമനായാലും ഹനുമാനായാലും ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ. ശനിയാഴ്ച സുകുമാർ അഴീക്കോട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് കണക്കാക്കി വെച്ചൊരു ഉണങ്ങിയ തേങ്ങ അതിലാടുന്നുണ്ട്. അഴീക്കോടിന്റെ കത്ത് അടുത്തുള്ള പച്ചമരുന്ന് കടയിൽ കൊടുത്ത് ബഷീർ വായിച്ച കഥയുണ്ട്. ബഷീറിന്റെ ആ മറുപടി കത്ത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട തത്വമസി, താങ്കൾ അയച്ച കുറിപ്പ് വായിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും സാധിച്ചില്ല. ആയതിനാൽ പതിവ് പോലെ മരുന്ന് കടയിൽ കൊടുത്തു. അവരത് വായിച്ചു നോക്കി 12 ഗുളികകൾ തന്നു. 2 എണ്ണം വലുത് വായിലിടാൻ ഭാവിച്ചപ്പോൾ അശരീരി ഉണ്ടായി. ആ ഗുളികകൾ 2ഉം വയറിളക്കാനുള്ളതാണ്. 10 എണ്ണം ശ്വാസം മുട്ടിനും. നന്ദി. എൻ്റെ ദിവ്യദൃഷ്ടി വിയ്യൂർക്ക് തിരിച്ചു. താങ്കളുടെ ഹൃദയം ശരിക്കും കണ്ടു. ഹൃദയത്തിൽ നിന്ന് മനസ്സിലായി താങ്കൾ 29-ന് എൻ്റെ വീട്ടിൽ ഉണ്ണാൻ വരുമെന്ന്. നല്ല ഊണ് സംഘടിപ്പിക്കാം. അന്നേ ദിവസം MTA-യും NBA-യും താങ്കൾ കൂട്ടണം. മലയാളം എഴുതാനും വായിക്കാനും അറിവുള്ളവർ ആ ഭാഗത്തുണ്ടെങ്കിൽ MTക്കും NBക്കും കാർഡിടണം. താങ്കളെ മലയാളം പഠിപ്പിക്കാൻ ഒരു പെണ്ണിനെ താങ്കളുടെ സവിധത്തിലേക്ക് അയക്കാം. പരമസുന്ദരി. താങ്കൾ അവളെ കെട്ടുകയാണെങ്കിൽ മാസം തോറും എനിക്ക് 250 വീതം അയക്കണം. താങ്കൾക്ക് അവളിലുണ്ടാകുന്ന ആൺകുട്ടികളെ എനിക്ക് തരണം. ഒരു ചാവേർപ്പട ഉണ്ടാക്കാനുണ്ട്. ഈ കത്ത് ആരെയെങ്കിലും കൊണ്ട് വായിപ്പിച്ച് ജ്ഞാനിയാവുക. മംഗളം. വൈക്കം മുഹമ്മദ് ബഷീർ. ഗാന്ധിജിയെപ്പോലെ വേറൊരു സത്യാന്വേഷണമാണ് കലയിലൂടെയും സാഹിത്യത്തിലൂടെയും ബഷീർ നടത്തിയതെന്നാണ് അഴീക്കോട് ബഷീറിനോട് ആമുഖം എന്ന ലേഖനത്തിൽ എഴുതുന്നത്. മറ്റുള്ള മനുഷ്യർ കണ്ട ചെറിയ ലോകത്തിനപ്പുറം അദ്ദേഹം ലോകം കണ്ടു. 959-ലാണ് മലയാള സാഹിത്യത്തിന്റെ പറയപ്പെട്ട ബഹളങ്ങളിലേക്ക് ബഷീർ ഒരു പെണ്ണാടിനെ തുറന്നുവിട്ടത്. പാത്തുമ്മ കൂടെ കൊണ്ടു നടന്ന് പ്ലാവിലയും കഞ്ഞിവെള്ളവും നൽകി വളർത്തിയ ആട് മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾക്ക് കണക്കില്ല. നമ്മുടെ ബാല്യകാല വായനയെ കണക്കിലധികം പൊട്ടിച്ചിരിപ്പിച്ച ആ പുസ്തകം തന്നെയാണ് പിന്നീട് ചിരിയുടെ മറുപുറം കാണിച്ച് നമ്മെ കണ്ണീരണിയിച്ചതും. ബഷീർ ഈ അണ്ടകടാഹത്തോട് സലാം പറഞ്ഞ് അല്ലാഹുവിൻ്റെ അനന്തമായ ലോകത്തേക്ക് യാത്രയായി 2 പതിറ്റാണ്ടിന് ശേഷം ഒരിക്കൽ ഞങ്ങൾ ബഷീറിന്റെ ജന്മനാടായ വൈക്കം തലയോലപ്പറമ്പിലേക്ക് പോയിരുന്നു. ബഷീർ അങ്ങാടിപ്പാട്ടാക്കിയ ആ കുടുംബകഥ തേടിപ്പോയപ്പോൾ അത്ഭുതം. ആ കഥകളെല്ലാം പറഞ്ഞു തരാം. അവിടെ കഥാപാത്രങ്ങൾ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വളരെ കാലത്ത് നാടു ചുറ്റലിന് ശേഷം ബഷീർ തലയോലപ്പറമ്പിലെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ ചെല്ലുന്നിടത്താണല്ലോ പാത്തുമ്മയുടെ ആടിന്റെ ആരംഭം. അവിടെ ബഷീറിനെ സ്വീകരിക്കുന്നത് അന്നുവരെ കാണാത്ത കുടുംബജീവിതത്തിന്റെ വേവലാതികളായിരുന്നു. അത്ഭുതകരമായ രാസപരിണാമത്തിലൂടെ അത് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഒരാഖ്യായികയുമായി. പാത്തുമ്മയുടെ ആടിന്റെ ഒരൊറ്റ മേൽവിലാസം കൊണ്ട് തന്നെ തിരിച്ചറിയാവുന്ന നാടും മനുഷ്യരും അങ്ങനെയാണ് ഉണ്ടായത്. ആരംഭത്തിലുണ്ടായിരുന്ന കഥാനായകനും കഥാപാത്രങ്ങളുമെല്ലാം കാലഗതിയിൽ അപ്രത്യക്ഷരായി. അതായത് പാത്തുമ്മയും മാനുമ്മയും ചട്ടുകാരൻ അബ്ദുൽ ഖാദറും പട്ടാളത്തിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയ മുഹമ്മദ് ഖനീഫയുമെല്ലാം. 2007 ഒക്ടോബർ 11-ന് 91-ാമത്തെ വയസ്സിൽ പുത്തൻകാഞ്ഞൂരിൽ പാത്തുമ്മ അന്തരിച്ചതിൽ പിന്നെ പാരമ്പര്യമായി കിട്ടിയ കഥകളെല്ലാം പറയാനുള്ള നിയോഗം മകൾ ഖദീജയുമ്മയ്ക്കായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഞാനും ഉമ്മായും ആടിനെ ആദ്യമേ വിടുമല്ലോ. അതിന് ഞാനും ഉമ്മായും പോകും. അതൊക്കെ മാമ ഇങ്ങനെ നോട്ട് എഴുതിട്ടല്ലേ വാല് പോലെ ചെല്ലണമെന്നും പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വെളുപ്പിന് ഇങ്ങോട്ട് പോരും. വെളുപ്പിന് ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് നമ്മുടെ ഉമ്മയുടെ ഉമ്മ അന്ന് ഇത്രയും വഴി സൗകര്യം വെട്ടവും വെളിച്ചമൊന്നുമില്ല. രാത്രി വെളുപ്പിനാവല്ല ഒരു ചൂട്ടൊക്കെ കത്തിച്ച് ചൂട്ടിൻ്റെ തുമ്പേ 3 സ്ഥലത്തും കെട്ടിയിട്ടിട്ട് ചൂട്ട് കത്തിച്ച് കഴിയുമ്പോൾ നിലത്തിട്ട് കുടഞ്ഞ് കഴിയുമ്പോൾ അത് ഭയങ്കര വെട്ടം ഇങ്ങനെ വീശി വെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങോട്ട് പോരും. ചൂട്ടും കത്തിച്ച് മുമ്പേ കൊച്ചുണ്ണി, ആ വെളിച്ചത്തിൽ പിറകെ പാത്തുമ്മ, വാലുപോലെ പാത്തുമ്മയുടെ തൊട്ടുപിറകിൽ 10 വയസ്സായ ഖദീജ, ഖദീജയുടെ തൊട്ടുപിറകിൽ ആട്. കാലം കഴിഞ്ഞ് കഥയിലെ ആ വരി തെറ്റിയപ്പോൾ ഖദീജയ്ക്ക് മക്കളും കൊച്ചുമക്കളുമായി. കഥയിലെ വേര് മുറിയാതിരിക്കാനായി കൊച്ചുമോൾക്ക് പേരിട്ടു പാത്തുമ്മ.
കൊച്ചുണ്ണിയും പാത്തുമ്മയും താമസിച്ച പഴയ വീട് പുതുക്കി പണിതുവെങ്കിലും ആടിന്റെ ചൂരും കരച്ചിലും തന്നെയാണ് അപ്പോഴും ആ വീടിന്റെ ഐശ്വര്യമായി തോന്നിയിരുന്നത്. ഉമ്മയുടെ ആടുകളോടുള്ള ബന്ധത്തിന്റെ കണ്ണുകൾ അറ്റുപോകാതിരിക്കാൻ ഖദീജ 3 തലമുറകൾക്കിപ്പുറവും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടല്ലോ പാത്രം മേടിച്ചെടുത്ത് കമ്മൽ, ഇത് രഹസ്യം ചോദിച്ചില്ല, എനിക്കൊരു കമ്മൽ വേണമെന്ന്, ഖദീജക്ക് 2 കമ്മൽ മേടിച്ച് തന്നെ ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞപ്പോൾ ഇതാരും കേൾക്കാതെന്ന് പറഞ്ഞാണ് രഹസ്യമായിട്ട് പറയണത്. കേട്ട് കഴിഞ്ഞാൽ മറ്റവർക്ക് പ്രശ്നം ഉണ്ടാകില്ല. 6 പേരും ഒരേ ഇടത്തിന് ആവലാതി പറയുന്ന സമയങ്ങളില്ലേ, അപ്പോഴത്തേക്കും ആരും കേൾക്കരുതെന്ന് പറഞ്ഞ്. എന്തിൻ്റെ വേണം, സ്വർണ്ണത്തിൻ്റെ വേണം വെള്ളിയുടെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞ് സ്വർണ്ണത്തിൻ്റെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാരും അറിയാതിരിക്കാക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഈ ഭൂമി മലയാളത്തിൽ നീയും ഞാനും ഇല്ലാതെ 3ാമതൊരാൾ അറിയാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പാത്തുമ്മ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് തിക്കും പോക്കും നോക്കി. ആരുമില്ല. പാത്തുമ്മ രഹസ്യമായി പറഞ്ഞു, വലിയക്കാക്ക ആരും അറിയണ്ട, ആരും അറിഞ്ഞാൽ വഴക്കിടും. ഇനി എനിക്ക് വലിയക്കാക്ക രൂപ ആയിട്ടൊന്നും തരണ്ട. ഖദീജയ്ക്ക് 2 കമ്മൽ പണിയിച്ചു കൊടുത്താൽ മതി. ഹനീഫായും അറിയണ്ട, കൊച്ചിക്കായും അറിയണ്ട, അബുവും അറിയണ്ട, ഉമ്മായും അറിയണ്ട. പാത്തുമ്മയുടെ ആടിലെ ആ ഭാഗം വായിച്ച് എവിടെ എന്നിട്ടാ വിശ്വവിഖ്യാതമായ കമ്മൽ എന്ന് ചോദിച്ചു. ആ സ്വർണ്ണക്കമ്മൽ ഖദീജയുടെ കല്യാണത്തിന് ആഭരണം എടുത്തപ്പോൾ മാറ്റി വാങ്ങി. ഖദീജുമ്മ അതിലെന്തെന്നില്ലാത്ത നിരാശയോടെ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം ആ കമ്മലല്ലേ ഉള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാണ് പാത്രം മേടിച്ചു കൊടുത്തു പുള്ളിക്കാലത്തേക്ക് മടനീതിക്ക്. സ്വപ്നത്തിലെന്ന വണ്ണമാണ് പാത്തുമ്മയുടെ നടപ്പെന്ന് ബഷീർ എഴുതിയിട്ടുണ്ട്. വീട്ടിലെത്തിയാൽ പാത്തുമ്മയുടെ വിധം മാറും, പാത്തുമ്മയുടെ ഒച്ച പൊന്തും. അവളുടെ ഏക പ്രതീക്ഷ ആടിന്റെ പ്രസവമാണ്. പാത്തുമ്മ സത്യസന്ധമായി പാൽ കൊടുത്തേക്കാമെന്ന വ്യവസ്ഥയുണ്ടാക്കുമ്പോഴും മറ്റുള്ളവർ സുന്ദരമായി പാൽ കെട്ട് പാവം പാത്തുമ്മയെ തോൽപ്പിക്കുന്നതാണ് ആ കഥ. മൂവാറ്റുപുഴയാറിന്റെ 2 കൈവഴികൾ ചേർന്ന് ഒരൊറ്റ പുഴയായി ഒഴുകുന്നത് ബഷീറിന്റെ വീടിനടുത്ത് വെച്ചാണ്. ബഷീർ മുങ്ങിക്കുളിച്ച പുഴ തന്നെ. പുഴക്കരയിലെ പഴയ പുത്തൻകാഞ്ഞൂർ തറവാടിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ ശബ്ദം കേട്ട് ബഷീറിന്റെ ഇളയ സഹോദരൻ അബൂബക്കർ വരുന്നത് ഓർമ്മയുണ്ട്. എന്നെ കാണാൻ പോയി കോഴിയും ആടും ഓടി കളിക്കുന്നത് അന്ന് ഈ ചെമ്മണ്ണ് വേണ്ടിയ തിണ്ണയാണ്. അതായത് 3 ദിവസം പിള്ളേരെ ഈ മലമൂത്ര വിസർജനം നടത്തും. വൃത്തിയായി കിടക്കുകയല്ലേ, തെളിഞ്ച കിടക്കും. അതിന് വേണ്ടി ഞാനത് വരുമ്പോഴൊക്കെ തൂത്ത് മെനയാക്കി ഇതൊക്കെ ഓടും, മാറ്റി ഒഴിക്കും. അതൊക്കെയാണ് കട്ടൊക്കെ 2 ജോഡി മാറുമെന്നൊക്കെ പറഞ്ഞാൽ 1 ജോഡി മാറും. എന്നാലും മാത്രം കഴിവില്ല, സാമ്പത്തികം. അബുവിന്റെ ഒച്ച കേട്ടാൽ പൂച്ചകൾ ഓടും, കാക്ക പറക്കും, കോഴികൾ പരക്കം പായും. പാത്തുമ്മയുടെ ആട് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഓടും, പിള്ളേര് കരച്ചിൽ നിർത്തും. പരുന്തുകളും എറിയനും നിശബ്ദമായി എങ്ങോട്ട് ഒളിക്കും. സ്ത്രീകളുടെ വർത്തമാനം നിലക്കും, വീട് നിശബ്ദമാകും. മഹാബഹളങ്ങളുടെ ലോകത്തേക്ക് അതിലും മഹാ ഒച്ചയുമായി വരുന്ന നൂല് പോലുള്ളവൻ, മഹാവൃത്തിക്കാരൻ, പോരാത്തതിന് ഒരു ലെഫ്റ്റിസ്റ്റും. ഇങ്ങനെയൊക്കെയാണ് ബഷീർ സഹോദരൻ അബൂബക്കറിനെ കുറിച്ച് എഴുതിയത്. ചെറിയ ലിസ്റ്റ്. അതെന്താ കാരണം അറിയാമോ? ബഷീറിൻ്റെ റൂമിലാണ് എറണാകുളത്ത് താമസിക്കുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ടി വി തോമസ്, എം എൻ ഗോവിന്ദൻ നായർ, എം ശ്രീകണ്ഠൻ നായർ, കെ സി ജോർജ്, ഇവരൊക്കെയാണ് അവിടെ സ്ഥിര ആൾക്കാർ. അപ്പം ഞാനും അവരുടെ കൂടെ അങ്ങ് ആയിപ്പോയി. ഹനീഫ ടൈലേഴ്സ്. ബഷീർ മഹാ അറുക്കീസ് എന്ന് പറയുന്ന മുഹമ്മദ് ഹനീഫയുടെ തയ്യൽ കടയിൽ കാലചക്രത്തിന് അപ്പോഴും പഴയ തയ്യൽ മെഷീന്റെ ചവിട്ടുതാളം തന്നെയായിരുന്നു. പാത്തുമ്മയുടെ ആടിലെ ഏറ്റവും ഇളയ കഥാപാത്രമായ റഷീദായിരുന്നു അന്ന് ആ ചക്രം ചവിട്ടിയിരുന്നത്. അബിയെയും പാത്തുക്കുട്ടിയെയും ആട്ടിൻകുട്ടിയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ സുബൈദയും റഷീദുമാണ് ആട്ടിൻകുട്ടിയായി പാത്തുമ്മയുടെ ആടിന്റെ മുലകൾ ചപ്പിക്കുടിച്ചത്. ഈ അത്ഭുത സംഭവം കേട്ടാണ് പാത്തുമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞത്. അന്നിവിടെ കുടുംബത്തിൽ മൊത്തം താമസിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഈ കഥ എഴുതുന്നതെന്നാണ് പറഞ്ഞേട്ടൻ. മുത്തവി സുഹേലപ്പോഴത്തേക്കാണ് എഴുതിയാണെന്ന്. ഏറ്റവും ചെറിയ ആൾ ഞാനും ഈ അബ്ദുൽ ഖാറിൻ്റെ മകൾ സുബൈദ എന്ന് പറഞ്ഞ് ചെമ്പിൽ താമസിക്കപ്പെടുന്നുണ്ട്. അവർ 2 പേരാണ് ഏറ്റവും ചെറുതെന്നാണ് പറഞ്ഞത്. സുബൈദായും റഷീദും അങ്ങനെ 2 പേരല്ലേ, അവർ 2ഉം കുടിച്ചെന്നാണ്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആടിൻ്റെ പാലിൽ കുടിച്ചെന്നാണ് ഇവർ പറയണത്. മാമ പറഞ്ഞെഴുതിയേക്കണം അറിയുള്ളൂ. ആട് ചവിട്ടുമെന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യില്ലേ. ആടിൻ്റെ വീട്ടിൽ പോയി ഏതായാലും മനുഷ്യർ കുടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇനി ശരിയാണോ എന്നിട്ടാന്ന് ഞാൻ പറ്റില്ല.
പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രങ്ങൾക്ക് ജീവിതത്തിൽ വന്ന വഴിത്തിരിവുകൾക്ക് എല്ലായ്പ്പോഴും നർമ്മഭാവമല്ല. സയ്യിദ് മുഹമ്മദിനെ ഉള്ളാടുത്തിപ്പാറു എന്ന് വിളിച്ച് കരയിപ്പിച്ച ലൈല ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ജീവിതത്തിന്റെ കഥയില്ലായ്മകളുടെ ഏതോ ഒരു ഉൾപ്രേരണയ്ക്കടിപ്പെട്ട് എങ്ങോട്ടോ നാടുവിട്ടു പോവുകയായിരുന്നു അഭി. അങ്ങനെ അബി അന്ന് പോയതാണ്. അതിന് ശേഷം അബി ഇല്ല. പിന്നെ ഞാനാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ചുമട് വന്നത്. ലൈല ഒരു 5-6-7 വർഷം മുമ്പ് മരിച്ചുപോയി. കഥയായി എഴുതിയ അനുഭവ സത്യങ്ങൾ, തീർത്തും ആത്മകഥയെന്ന് തന്നെ വിളിക്കാവുന്ന കൃതി, ഒറിജിനാലിറ്റിയുടെ ഓജസ് കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആഖ്യാനം, സരസമായ ആവിഷ്കാരത്തിലും തെളിഞ്ഞു കാണാവുന്ന യാഥാർത്ഥ്യങ്ങളും വേദനകളും, ദാരിദ്ര്യത്തിന്റെ ചൂടും സ്ത്രീ സഹനത്തിന്റെ തീഷ്ണതകളും, ഇതെല്ലാമാണ് പാത്തുമ്മയുടെ ആട്. അന്ന് ആണുങ്ങൾക്ക് മാത്രമേ ഭക്ഷണമുള്ളൂ. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾ മുമ്പ് വരെ ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ കഞ്ഞിവെള്ളവും കുടിച്ച് എന്തെങ്കിലുമൊക്കെ തിന്ന്. ഇന്നിപ്പോൾ അങ്ങനെയല്ലേ, എല്ലാവരും ഒപ്പം മേശപ്പുറത്ത് വന്ന് തിന്നണ സമയമല്ലേ. അങ്ങനെ വളരെ വളരെ വ്യത്യാസങ്ങളാണ്. അന്ന് ആണുങ്ങൾക്ക് മാത്രമേ വീട്ടിൽ ശരിക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുള്ളൂ, പിന്നെ ബാക്കിയുള്ള എല്ലാവരും. അങ്ങനെയാണല്ലോ പാത്തുമ്മയുടെ ആട് ഇത്ര ഫേമസ് ആകാൻ കാര്യം തന്നെ. പട്ടിണി ഞാൻ ശരിക്കും അനുഭവിച്ചതാ. ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് ഇവിടെ ഇല്ല, അയൽവക്കത്തു നിന്ന് കഞ്ഞിവെള്ളം മാറ്റി കൊടുക്കാൻ ഞാൻ പോകുന്നത്. ഒരു ദിവസം പിണ്ടാക്കിയിട്ട് കഞ്ഞിവെള്ളമാണ് എനിക്ക് കിട്ടിയത്. അതും കുടിച്ചിട്ടാണ് ഞാൻ പോയത്. വീട്ടിൽ ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമേ ചോറുള്ളൂ എന്ന ദയനീയ രഹസ്യം അറിയുമ്പോൾ കഥയുടെ നർമ്മഭാവത്തിന്റെ നടുക്കുന്ന ഉൾത്തടമാണ് നമ്മൾ കാണുക. ഒരു കുടുംബകഥ അപ്പോൾ സമൂഹത്തിന്റെ മുഴുവൻ കഥയാകുന്നു. പാത്തുമ്മയുടെ ആട് വായിക്കും തോറും തൻ്റെ കണ്ണ് നിറയുകയാണെന്ന് പറഞ്ഞത് പ്രശസ്ത സംവിധായകൻ ജോൺ എബ്രഹാമാണ്. വർഷങ്ങൾക്ക് ശേഷം ആ കഥയിൽ പെട്ടുപോയ മനുഷ്യർ ജീവിതം പറയുമ്പോഴും നമ്മുടെ കണ്ണുകൾ നിറയും. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമെന്ന് പറഞ്ഞ് നുപ്പുപ്പാക്കൊരാനുണ്ടർന്നുവിലെ കുഞ്ഞുപാത്തുമ്മ അത്ഭുതം കൂറുമ്പോൾ സമുദായത്തിന്റെ അജ്ഞതയുടെ ഇരുണ്ടകങ്ങളിലേക്കാണ് ബഷീർ ടോർച്ചടിക്കുന്നത്. നോവലിൽ വിദ്യാഭ്യാസം നേടിയ നിസാർ അഹമ്മദ് അക്ഷരമറിയാത്ത കുഞ്ഞുപാത്തുമ്മയെ വിവാഹം ചെയ്യുന്നതിലൂടെ ആ വെളിച്ചമാണ് പരക്കുന്നത്. അന്ധവിശ്വാസത്തിനെതിരായ ഇടിമിന്നലാണ് ആ നോവലിലെ പ്രണയം. ഒരു ഭാഗത്ത് സമുദായത്തിനകത്തേക്ക് ആധുനികതയുടെ കാറ്റും വെളിച്ചവും കടത്തി പരിഷ്കരിക്കുന്നതോടൊപ്പം മറുഭാഗത്ത് മതങ്ങളുടെ സകലമാന മതിൽക്കെട്ടുകളും തകർക്കാനുമാണ് ബഷീർ തന്റെ തൂലികയിലൂടെ കഠിനമായി അധ്വാനിച്ചത്. എത്രയെത്ര നാടുകൾ, എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര ജീവിത സന്ദർഭങ്ങളാൽ ജനനിബിഡമാണ് ബഷീറിന്റെ രചനാലോകം. അവരുടെ വിശപ്പിന്റെയും സ്നേഹത്തിന്റെയും കാമത്തിന്റെയും ഏകാന്തതയുടെയും സാർവത്രികതയാണ് ബഷീർ എഴുതിക്കൊണ്ടിരുന്നത്. മജീദും സുഹറയും സാറാമ്മയും കേശവൻ നായരും ആനവാരിയും എട്ടുകാലിയും കണ്ടംപറയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കഥാലോകത്ത് നിന്ന് ആരെയും മതമോ ജാതിയോ പറഞ്ഞ് വേർതിരിച്ച് നിർത്താനാവില്ല. മതേതര ജനാധിപത്യ കേരളത്തിന്റെ അസൽ ശരിപ്പകർപ്പാണ് ബഷീർ സാഹിത്യം. എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും ബഷീറിന്റെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. ഞാൻ എല്ലാ ജാതിയിലും പെട്ട സ്ത്രീകളുടെ മുലകുടിച്ചാണ് വളർന്നതെന്ന് ബഷീർ പറയാറുള്ളതാണ്. അനൽഹക്ക് മാത്രമല്ല, അഹം ബ്രഹ്മാസ്മി എന്നും അദ്ദേഹം ഉരുവിട്ടു. മലയാളിയുടെ പാരായണശീലങ്ങളിലേക്ക് മുസ്ലിം ജീവിതം കൊണ്ടുവന്നു എന്നതുകൊണ്ട് ബഷീറിനെ ഒരു മുസ്ലിം എഴുത്തുകാരനായി ചാപ്പുകുത്താൻ ഇടക്കാലത്ത് ചിലർ നീക്കം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ബഷീർ സാഹിത്യത്തിൽ മതം പരതിയവർ ബാല്യകാല സഖിയിലെ മജീദിന്റെ സുന്നത്ത് കല്യാണവും പാത്തുമ്മയുടെ ആടിലെ ഉമ്മയുടെ നിസ്കാരവും മാത്രം കണ്ട് നിരാശരാവുകയായിരുന്നു. വിശ്വമാനവികതയുടെ എഴുത്തുകാരന് എന്നും ഒരൊറ്റ മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന്. മനുഷ്യർ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല ഒന്നാണെന്ന ഒരുമയുടെ ഇതിഹാസമാണ് മലയാളിക്ക് എന്നും വൈക്കം മുഹമ്മദ് ബഷീർ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു. ചെറുപ്പത്തിൽ നമ്മൾ കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി വച്ച് കളിച്ചതും മറന്നുപോയി.
ചെറുപ്പത്തിൽ നമ്മൾ